ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്താ പരിപാടി? നമ്മൾ ബ്രെഡിന്റെ ജാം ഉണ്ടാക്കാൻ പോവാണ്. എന്തുകൊണ്ടാണ് ജാം ഉണ്ടാക്കുന്നത്? പൈനാപ്പിളും കൊണ്ടാണ്. അപ്പോൾ ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ കേട്ടോ. നമ്മൾ കുറച്ച് പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വില കുറച്ച് കിട്ടിയതാണ്. അപ്പോൾ ഒരു 3 ഒരുമിച്ച് വാങ്ങിച്ചിട്ട് അപ്പോൾ ഇന്ന് നമ്മളതുകൊണ്ട് ജാം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ജാം ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതെ, സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. ഷെയറും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ പൈനാപ്പിൾ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ അമ്മച്ചിയോ ഇതൊന്ന് കളയുക തണ്ട്, എന്നിട്ട് ഇതൊന്ന് ക്ലീനാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ നമ്മുടെ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു കേട്ടോ. അതെ, കഷ്ണങ്ങളാക്കി എടുത്തു. ഇനി നമുക്കിത് ജ്യൂസ് ജാറിലിട്ടൊന്ന് ജ്യൂസ് അടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇതിലോട്ട് അഴിച്ചിട്ട് അങ്ങോട്ട് ജാം ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് അതിലോട്ടിട്ടിട്ടുണ്ട്. അടിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. നമ്മള് മൂടിയിട്ടുണ്ട്, നമുക്ക് ഇതിൽ വെക്കാം. അപ്പോൾ ആദ്യത്തെ ഗഡു നമ്മൾ അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കറക്റ്റ് അതിലോട്ട് തന്നെ നമുക്ക് അരിച്ചൊഴിക്കാം. ഒഴിച്ചിട്ടുണ്ട്. കുറച്ചാണ് കേട്ടോ. അത് ഒന്ന് ഇതാവുന്ന നേരം കൊണ്ട് നമുക്ക് അടുത്തവും കൂടി ഒന്ന് അടിച്ചെടുക്കാവേ. അടുത്തത് നമ്മൾ അടിച്ചെടുത്തുണ്ട്. ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. കുഞ്ഞ് ചെറുതാവുമ്പോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്. കുഞ്ഞാകുമ്പോല്ല ഉണ്ടാക്കിയത്, നമ്മൾ ഉണ്ടാക്കിയതല്ല കേട്ടോ, നമ്മള് മേടിച്ചാണ് കേട്ടോ. ജാമ് മേടിച്ചതല്ല. കുഞ്ഞിന് 1 വയസ്സൊക്കെ ആവുന്നതിന് മുമ്പേ ചീപ്പച്ചി അടൂരത്തെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കലുണ്ടായിരുന്നു. അപ്പൊ അതായിരുന്നു. പക്ഷെ എപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ. കാരണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെയല്ലോ, നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വിശ്വാസ്യതകളും നമുക്ക് കഴിക്കാം. അല്ലാതെ ഞങ്ങൾ ഈ കടയത്തെ ജാമൊന്നും വാങ്ങാറില്ല കേട്ടോ. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കത്തില്ലേ, അതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇച്ചിരി ക്ഷമ വേണം, അത്രയേ ഉള്ളൂ. ഇതോ ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് പട്ട ചേർക്കും കേട്ടോ. നല്ല ഒറിജിനൽ പട്ടയായാൽ അത്രയും നല്ലത്. കനം കുറഞ്ഞ് നല്ല ഇത് മേടിക്കാൻ കിട്ടില്ല, അങ്ങാടിക്കടയിലൊക്കെ ഉണ്ടാവും. നല്ല പട്ടയായിരിക്കണം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പട്ടയൊക്കെ അധികം അത് കറക്റ്റ് പട്ടയല്ല ശരിക്കും. നല്ല പട്ട ഇടുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അങ്ങാടിക്കടയിലൊക്കെ വാങ്ങാൻ കിട്ടുമായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, ഞാനതൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ റോളായിട്ട് കിടക്കുന്ന പട്ട കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ കോഴിക്കോട് പോയ സമയത്ത് വാങ്ങിച്ചതാണ്. നല്ല കനം കുറവായിരിക്കും ഇതിന്. ഇതാണ് ശരിക്കും ഒറിജിനൽ പട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ പട്ട തന്നെ മാക്സിമം ഇടാൻ ശ്രമിക്കുക നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ, ജാമൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് അടുപ്പേ വെക്കണം.
അടുപ്പ് വെച്ചാൽ മാത്രം പോരാ, കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി ഇളക്കി അത് വറ്റിച്ചെടുക്കണം കേട്ടോ. വറ്റിച്ചെടുക്കാം. എന്താ വറ്റിച്ചെടുത്ത് കളിയാൻ വറ്റിച്ചെടുത്തു. ഞാൻ വറ്റിച്ചെടുത്തേട്ടാ. നമ്മള് വറ്റിച്ചെടുത്തു. വറ്റിച്ച് അപ്പൊ അത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറേ ഉണ്ടാക്കുന്നവർക്ക് അത്രയും ഉണ്ടാക്കാം. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ. നമ്മൾ ആ 3 പൈനാപ്പിൾ അല്ലേ എടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് അടുപ്പ് കത്തിക്കുക. എന്നിട്ട് ഇത് അടുപ്പയിലോട്ട് വെക്കുക കേട്ടോ. ഇനി കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനിയാണ് പണി. നന്നായിട്ട് ഇളക്കണം. വലിയ ഫോണും കൊണ്ടാണ്, പക്ഷേ ഇത് ഫോണൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പട്ട ഇടാൻ പോവാ കേട്ടോ. പട്ട ഇടാൻ പോവാണ്. പൊട്ടിത്തടിക്കാനാവോ? ഇല്ല, അത്യാവശ്യം ടേസ്റ്റ് വേണേ. അപ്പോൾ അത്യാവശ്യം ഇടണം. എന്നാൽ കൂടി പോവുകയും ചെയ്യരുത്. ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ തിക്നെസ് വളരെ കുറവായിരിക്കും. ഇതിന് നല്ല മണമാണ്. നോക്കട്ടെ, ഞാനൊന്ന് മണം നോക്കട്ടെ. നല്ല മണമാണ്. അപ്പോൾ ഇത് ഇത്രയും പട്ട ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ലാസ്റ്റ് നമ്മൾ കുപ്പിയിലാക്കുന്ന സമയത്ത് നമ്മൾ എടുത്ത് ഒഴിവാക്കും കേട്ടോ. അത് തിളപ്പിക്കുമ്പോൾ മാത്രം അത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്രാഗ്രൻസ് ഒക്കെ ശരിക്കും അതിലോട്ട് ഇറങ്ങുമല്ലോ. എന്താ വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇത് കുറച്ചു നേരം ഒന്ന് തിളക്കട്ടെ കേട്ടോ. കുറച്ചു നേരം ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ പൈനാപ്പിൾ തിള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ടുള്ള പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ഈ കപ്പ് ഈ കപ്പിന് ഒരു 4 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട് ഞാൻ. 1 അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പൈനാപ്പിൾ തിളച്ച് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ. ഇതിങ്ങനെ തിളച്ച് ഇതിൻ്റെ കളറ് മാറും കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറാൻ തുടങ്ങിയല്ലോ, കണ്ടോ. അതുപോലെ തിളച്ചിട്ട് നന്നായിട്ട് കളർ മാറും. അപ്പോൾ അത് അത്രയിടം വരെ നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് മെയിനായിട്ട് വേണ്ടത് നല്ല ക്ഷമ വേണേ. വീഡിയോ ഇൻട്രോ എടുക്കാനൊക്കെ എൻ്റെ കൂടെ സ്നേഹമോള് വന്നിട്ട് അവളിപ്പോൾ ഓടിയിട്ടോ. അവളുടെ ഫോണോ ടി വി ഉണ്ടോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കാനുള്ള ക്ഷമ വേണം, അത്രയേ ഉള്ളൂ. ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 10-20 മിനിറ്റോളം. അപ്പോഴത്തേക്ക് തന്നെ ഇത് ഏകദേശം തിക്കായിട്ട് വരും. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം തിക്കാവും. ഭയങ്കര തിക്കാവുന്നിടം വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കരുതേ. ഒരു പ്രത്യേക കൺസിസ്റ്റൻസിയിൽ നമ്മളിത് ഓഫാക്കണം. അല്ലെങ്കിൽ തണുത്ത് കഴിയുമ്പം ഭയങ്കര കട്ടിയായിട്ട് പോകും. നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതാവും കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഒരു പാകം. ഈ ഒരു സമയത്ത് ഇതിപ്പോൾ കുറേ കളർ മാറിയിട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഒരു അര നാരങ്ങയുടെ നീരൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ പഞ്ചസാര തണുത്ത് കഴിയുമ്പോൾ കൂടുതൽ ക്രിസ്റ്റൽ ആവാതിരിക്കാൻ വേണ്ടി, ക്രിസ്റ്റൽ ടൈപ്പ് ഒന്ന് കട്ടിയായി പോകുന്നു, അങ്ങനെ ആവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നാരങ്ങാ നീരൊഴിക്കുന്ന. അപ്പോൾ കുറച്ച് സമയം കൂടി, ഒരു 10 മിനിറ്റ് സമയം കൂടി നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ടോട്ടൽ ഒരു 20 മിനിറ്റ് നമ്മളിത് ചെയ്ത് മതി കേട്ടോ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ജാം ഈ ഒരു പരുവത്തിൽ നമുക്ക് ഓഫാക്കാം കേട്ടോ. ഇതിനേക്കാളും നമ്മളിത് കുറുക്കി കഴിഞ്ഞാൽ തണുക്കുമ്പോൾ ഭയങ്കര കട്ടിയായി പോവേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന പട്ടയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങ് കോരിയെടുത്ത് കളയണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പട്ടയൊക്കെ ഇങ്ങ് കോരിയെടുത്തു കേട്ടോ. പിന്നെ ഇത് ഓഫാക്കുവാണ്, ഫ്ലെയിം ഓഫാക്കുവാണ്. ഇനി അത് അവിടെ ഇരുന്ന് തണുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു 2 മണിക്കൂറൊക്കെ തണുത്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആവും കേട്ടോ. എന്നിട്ട് നമുക്ക് കാണാം. കണ്ടോ, ഇതിപ്പോൾ ഒരു 2.5 മണിക്കൂറായി കേട്ടോ. നമ്മൾ നേരത്തെ ഉണ്ടാക്കി ഓഫാക്കി വെച്ചിട്ട് കണ്ടോ, ഇത് കറക്റ്റ് തിക്നെസ്സായി.
അപ്പോൾ ഇനി നമുക്കിത് ഒരു കുപ്പിയിൽ ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കാം. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിൽ ഒഴിച്ചിട്ട് മാറ്റി വെക്കണം കേട്ടോ. അതുപോലെ നനവുണ്ടാവുകയും ചെയ്യരുത്. അപ്പോൾ ഇതേ നമ്മുടെ പൈനാപ്പിൾ ജാം റെഡിയായി.